കളിക്കളങ്ങളിൽ യുവാക്കൾ തമ്മിൽ തർക്കവും സംഘർഷവുമൊക്കെ പതിവാണ്. എന്നാൽ ആ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് കയ്യാങ്കളി ഉണ്ടാവുകയും ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്താലോ? കൊല്ലാനുറച്ചുള്ള സംഘർഷമല്ലെങ്കിലും നിസ്സാര തർക്കം 17-കാരൻ്റെ ദാരുണാന്ത്യത്തിലെത്തിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് തലസ്ഥാന ജില്ലയിൽ നിന്നുള്ളത്. കഴിഞ്ഞ വർഷം ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ തർക്കത്തെ ചൊല്ലിയുള്ള സംഘർഷത്തിനിടെയാണ് നരുവാമൂട്ടിൽ 17-കാരൻ ശിവസൂര്യ കൊല്ലപ്പെട്ടത്. വസ്ത്രശാലയുടെ ചില്ലിലേക്ക് പിടിച്ചു തള്ളിയിട്ടതോടെ ചില്ലുകൾ പൊട്ടി ശിവസൂര്യയുടെ വയറ്റിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശിവസൂര്യയെ പ്രതികൾ ബൈക്കിലിരുത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതും സ്ഥിതി വഷളാക്കി. കാലുകൾ റോഡിലുറിഞ്ഞ് ഇയാൾ ഒരു വിരൽ പകുതി നഷ്ടമായിരുന്നെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ പ്രതികളെല്ലാം 19-20 വയസ്സുള്ളവരാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ. ആദ്യം സ്വാഗതം. നിസ്സാര തർക്കത്തിന്റെ പേരിൽ ഒരു 17-കാരൻ്റെ ജീവൻ നഷ്ടമായതിന്റെ നടുക്കത്തിലാണ് തിരുവനന്തപുരം നരുവാമൂടുകാർ. ഒരു വർഷം മുമ്പ് ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഉണ്ടായ തർക്കവും തുടർന്നുള്ള വൈരാഗ്യവുമാണ് പെരിങ്ങമല സ്വദേശി ശിവസൂര്യയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. 5 പേർ ചേർന്ന് മർദ്ദിക്കുന്നതിനിടെ ശിവസൂര്യ സമീപത്തെ കടയുടെ ചില്ലുവാതിലിലേക്ക് തെറിച്ചു വീഴുകയും ചില്ലുകൾ ദേഹത്ത് തറച്ച് രക്തം വാർന്നു മരിക്കുകയുമായിരുന്നു. കൊലപാതക സമയത്തെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവത്തിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. ദേശീയപാതയ്ക്ക് സമീപത്ത് വെടിവെച്ചാൻ കോവിലിൽ ശനിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. 2 ബൈക്കുകളിലായി എത്തിയ 5-അംഗ സംഘം പുന്നമൂട് റോഡിൽ വെച്ച് ശിവസൂര്യയുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്നുണ്ടായ കയ്യാങ്കളിക്കിടയിൽ സമീപത്തെ കടയുടെ ചില്ലുവാതിലിലേക്ക് ശിവസൂര്യ തെറിച്ചു വീണു. വയറ്റിൽ ചില്ലുകൾ തറച്ചു കയറി രക്തം വാർന്ന റോഡിൽ കിടന്ന ശിവസൂര്യയെ പ്രതികൾ തന്നെ ബൈക്കിൽ കയറ്റി സമീപത്തെ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പതിനേഴുകാരന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് ഫുട്ബോൾ കളിക്കിടയിലുണ്ടായ തർക്കമെന്ന് പോലീസ് വ്യക്തമാക്കി. 5 പേർ ചേർന്ന് മർദ്ദിക്കുന്നതിനിടയിലാണ് ശിവസൂര്യ സമീപത്തെ കടയുടെ ചില്ലുവാതിലിലേക്ക് വീണത്. കൊലപാതക സമയത്തെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളും കൊല്ലപ്പെട്ട ശിവസൂര്യയും ടർഫിൽ ഒരുമിച്ച് ഫുട്ബോൾ കളിച്ച് പരിചയമുള്ളവരാണ്. 1 വർഷം മുമ്പ് നടന്ന ഫുട്ബോൾ കളിക്കിടെ പ്രതികളിൽ ഒരാളായ കാർത്തിക്കിനെ ശിവസൂര്യ ഫൗൾ ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ തർക്കവും അടിയുമുണ്ടായി. അതിനെ ചൊല്ലി ഫോണിലൂടെ അടക്കം വെല്ലുവിളികൾ തുടർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ശിവസൂര്യ റോഡിൽ നിൽക്കുന്നത് കണ്ടതോടെയാണ് പ്രതികളെത്തി വീണ്ടും തർക്കമുണ്ടായതും കൊലപാതകത്തിൽ കലാശിച്ചതും. 5 ചെറുപ്പക്കാർ 2 ബൈക്കുകളിലായി വന്ന് അവിടെ നിന്ന് വഴക്കുകളുണ്ടാവുകയും അത് അടിച്ചടിച്ച് ഇപ്പുറത്ത് വന്നു ഈ കടയ്ക്കകത്തുള്ളിൽ കയറുകയും ചെയ്തു. കടയിലെ ഗ്ലാസ് നിന്നുണ്ടായ കുത്തലുമായിട്ടാണ് മരണപ്പെട്ടതെന്നാണ് അറിയപ്പെടുന്നത്. കാക്കാമൂലുള്ള ശിവസൂര്യ 18 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടതെന്നാണ് അറിയപ്പെടുന്നത്. +2 പഠനം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ശിവസൂര്യ. സംഭവവുമായി ബന്ധപ്പെട്ട് അജിത്ത്, കാർത്തിക്, ആരോമൽ എന്നിവരെ പോലീസ് പിടികൂടി. മറ്റ് 2 പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തൃശൂർ കേച്ചേരിയിൽ യുവാവിന് ക്രൂരമർദ്ദനം. കോൺക്രീറ്റ് മാലിന്യം നിക്ഷേപിച്ചത് ചോദ്യം ചെയ്തതിന് സംഘം ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. ആയമുക്ക് മതിലകത്തി വീട്ടിൽ മുഹമ്മദ് ഷാഫിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മർദ്ദന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്.
മേച്ചേരി ആയമുക്കിൽ കോൺക്രീറ്റ് മാലിന്യം പറമ്പിലും വഴിയിലും നിക്ഷേപിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. ആയമുക്ക് സ്വദേശികളായ റയം മരക്കാർ വീട്ടിൽ അബ്ദുൾ കരീം, ഇദ്ദേഹത്തിന്റെ മക്കളായ റൌഫ്, റാസിഖ് എന്നിവർക്കെതിരെയാണ് കേസ്. ആയമുക്ക് മതിലകത്ത് വീട്ടിൽ മുഹമ്മദ് ഷാഫിക്കാണ് മർദ്ദനമേറ്റത്. വെറുതെ വേണ്ട, കളിക്കണ്ടേ കളിക്കണ്ട. ഷാഫിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ പ്രതികൾ കോൺക്രീറ്റ് മാലിന്യം നിക്ഷേപിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണമായത്. പ്രതികൾ ഷാഫിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും നിലത്ത് വീണ് ഷാഫിയുടെ വയറ്റിലും നെഞ്ചിലും ചവിട്ടുകയും ചെയ്തു. ആക്രമണത്തിൽ നിന്ന് മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഷാഫിയുടെ മാതാവിനും മർദ്ദനമേറ്റു. വർഷങ്ങളായി വിദേശത്ത് താമസിക്കുന്ന ഷാഫിയുടെ കുടുംബം അടുത്തിടെ നാട്ടിലെത്തിയപ്പോഴാണ് പ്രതികൾ വീട് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ പറമ്പിൽ തള്ളിയത് കണ്ടത്. ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷാഫിയെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിന്റെ ആഘാതത്തിൽ ഷാഫിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായതായും അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ബന്ധുക്കൾ അറിയിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തതോടെ പ്രതികൾ ഒളിവിൽ പോയതായാണ് വിവരം. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഷാഫിയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്നും അജ്ഞാതൻ ബസ്സുമായി കടന്നുകളഞ്ഞു. KSRTC ഓർഡിനറി ബസ്സാണ് മോഷ്ടിച്ചത്. ഈ ബസ് പിന്നീട് നഗരത്തിൽ നിന്ന് കണ്ടെത്തി. അശ്രദ്ധമായി ഓടിച്ച ബസ് ബിരിയാണിക്കടയിലും മതിലും ഉൾപ്പെടെ പലയിടത്തും ഇടിച്ചിരുന്നു. പ്രതിക്കായി ടൗൺ സൗത്ത് പോലീസ് CCTV ദൃശ്യങ്ങളടക്കം നിരീക്ഷിച്ച് അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്നാണ് അജ്ഞാതൻ ബസ് മോഷ്ടിച്ച് കടന്നത്. ബസ് ആരോ കൊണ്ടുപോകുന്നത് കണ്ട് ജീവനക്കാർ തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ പോവുകയായിരുന്നു. ഇതോടെ ജീവനക്കാർ നഗരത്തിൽ തെരച്ചിൽ ആരംഭിച്ചു. ഇതിനിടെ മോഷ്ടാവ് ബസ് അബൂബക്കർ റോഡിലൂടെ മംഗളം ടവറിന് സമീപത്തേക്ക് എത്തിച്ചിരുന്നു. KSRTC ജീവനക്കാർ പിന്തുടർന്നെത്തുന്നത് കണ്ടതോടെ മോഷ്ടാവ് ബസ് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാത്രി 9:30 ടൗൺ ടു ടൗൺ സർവീസ് നടത്തുന്ന RNE 857 നമ്പർ ബസ് സർവീസ് പൂർത്തിയാക്കി പാലക്കാട്ടെത്തിയത്. മെക്കാനിക് വിഭാഗത്തിൽ എത്തിച്ച് പരിശോധിച്ച ശേഷം ഡിപ്പോയ്ക്ക് പുറത്തുള്ള മദ്യവിൽപ്പനശാലയ്ക്ക് മുമ്പിൽ റോഡരികിൽ ബസ് നിർത്തിയിട്ടപ്പോഴായിരുന്നു സംഭവം. അശ്രദ്ധമായി ഓടിച്ച ബസ് ബിരിയാണിക്കടയിലും മതിലിലും ഉൾപ്പെടെ പലയിടത്തും ഇടിച്ചിരുന്നു. ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് KSRTC ഡിപ്പോ മുതൽ ബസ് കണ്ടെത്തിയ സ്ഥലം വരെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചാണോ മോഷണമെന്നാണ് സംശയം. പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി
പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറിയിച്ചു. മുമ്പ് പുനലൂരിലടക്കം സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. വീണ്ടും മഴക്കാലം എത്തിയതോടെ നാട്ടിൽ മോഷണശല്യവും വർദ്ധിക്കുകയാണ്. തകർത്തു പെയ്യുന്ന മഴയിൽ വീട്ടുകാർ മൂടിപ്പോച്ചുറങ്ങുമ്പോഴാണ് തസ്കരന്മാർ പതുങ്ങിയെത്തുന്നത്. തൃശ്ശൂരിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് വൻ സ്വർണ്ണ കവർച്ച നടത്തി. ഉല്ലുക്കര സ്വദേശി സോമശേഖരന്റെ വീട്ടിൽ നിന്നാണ് 45 പവൻ സ്വർണം കവർന്നത്. പുലർച്ചെ 3 മണിയോടെയാണ് നാടിന് ഞെട്ടിച്ച സംഭവമുണ്ടായത്. ഉല്ലുക്കര സ്വദേശി സോമശേഖരന്റെ വീട്ടിന്റെ പിൻവശത്തെ ഗ്രിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ഉറക്കത്തിലായിരുന്ന ഗൃഹനാഥനെ കിടപ്പുമുറിയിൽ കെട്ടിയിട്ട് അലമാരയിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് സംഘം രക്ഷപ്പെടുകയായിരുന്നു. സോമശേഖരന് മർദ്ദനമേൽക്കുകയും ചെയ്തു. മോഷ്ടാക്കൾ 3 പേരും ഹിന്ദി സംസാരിക്കുന്നവരായിരുന്നു എന്ന് സോമശേഖരൻ പറഞ്ഞു. നമ്മൾ ഇതുവരെയുള്ള നിരീക്ഷണത്തിൽ ഇതൊരു പക്കാ റോബറി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 3 പേര് വന്നിട്ട് ഈ വയോധികനായ ഇദ്ദേഹം മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറി വന്ന് മോഷണമൊക്കെ നടത്തിയതിന് ശേഷം ആളുടെ ശരീരത്തിലുണ്ടായിരുന്ന 2 പവൻ മാലയും അതുപോലെ വീട്ടിലിരുന്ന ഏകദേശം 43 പവൻ, മൊത്തം ഒരു 45 പവനോളം ആഭരണങ്ങളും മോഷ്ടിച്ചു പോയതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് ഏകദേശം, അതായത് സംഭവം നടന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത് ഇനി മറ്റു CCTV മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എന്തായാലും പ്രതിയെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മോഷ്ടാക്കൾ രക്ഷപ്പെട്ടതിന് പിന്നാലെ കെട്ടഴിച്ച് പുറത്തേക്ക് ഓടി വന്ന സോമശേഖരൻ അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. മോഷണ സമയത്ത് ഇദ്ദേഹം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലും കവർച്ചയിലേക്ക് തിരിയുന്നത് എന്തുകൊണ്ടാകും? പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ആഗ്രഹമാണോ, അതോ പിടിക്കപ്പെടണമെന്ന വിശ്വാസമാണോ ഇവരെ നയിക്കുന്നത്? കൊല്ലം അഞ്ചലിൽ വഴിയോര കച്ചവടക്കാരിയായ വയോധികയുടെ 2.5 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ കേസിൽ അറസ്റ്റിലായത് പാരലൽ കോളേജ് അധ്യാപകനാണ്. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ഹരീഷ് കുമാറിനെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 27-നായിരുന്നു സംഭവം. അഞ്ചൽ ചന്തമുക്കിൽ വഴിയോരത്ത് തുണിക്കച്ചവടം ചെയ്യുന്ന വയല സ്വദേശിനി ഓമനയുടെ മാലയാണ് പ്രതി കവർന്നത്. കഴിഞ്ഞ 27-ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് സംഭവം. കനത്ത മഴയിൽ നനയാതിരിക്കാനെന്ന മട്ടിലാണ് പ്രതി വയോധികയുടെ അടുത്തെത്തിയത്. തുടർന്ന് മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ഓമനയുടെ പരാതിയിലാണ് അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. തുടർന്ന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. പിടിയിലായ അഞ്ചൽ പനയഞ്ചേരി സ്വദേശി 31-കാരനായ ഹരീഷ് കുമാർ പാരലൽ കോളേജ് അധ്യാപകനാണെന്ന് പോലീസ് പറഞ്ഞു. 11 ദിവസമായി എൻ്റെ മുതൽ പോയിട്ട്. എന്തായാലും ഇന്ന് അവനെ കിട്ടി. എല്ലാവരുടെ സഹായത്തിനും അവർക്ക് എത്ര പറഞ്ഞാലും നന്ദി കൊടുത്താലും പറ്റത്തില്ല. അതുപോലെ അവരുടെ പ്രയത്നം ഉണ്ടായി എനിക്ക് എൻ്റെ മുതൽ എനിക്ക് കിട്ടിയ നേരം വെളുത്തപ്പോൾ ഇവനെ ഞാൻ കണ്ടുകൂടെ വന്നപ്പം സ്റ്റേഷനിൽ വന്നപ്പോൾ കണ്ടു. അതുകൊണ്ട് എൻ്റെ ഇച്ചിരിയേ ഉള്ളെങ്കിലും എനിക്കത് മുതലായി എനിക്ക് ഞാൻ എത്തിയിരുന്നതാണ്. ഇവനിങ്ങനെ വന്ന് കട്ടുകൊണ്ട് പോകുന്നു ഒരിക്കൽ പോലും ഞാൻ ഓർത്ത കാര്യങ്ങളല്ല. എന്തായാലും പെട്ടെന്ന് അവനെ എല്ലാവരും കൂടെ കൂടി അവനെ പിടിച്ചെടുത്തു. ഒരു കുഴപ്പവും ഇല്ല. നല്ല തടിയൻ, തൻ്റെ ഇടവും നല്ല കുടുംബത്ത് പറഞ്ഞവനാണെന്ന് തോന്നുന്നു അവന് ഈ വേല കാണിക്കുന്നത്. കാറാന്ന് പറഞ്ഞു എല്ലാം അവൻ പറഞ്ഞു. എൻ്റെ അടുത്ത് മുട്ടിക്കൂടി എന്നോട് അവൻ ഇത് മരിച്ചു വരുത്തുന്നു. സ്വർണം പണയപ്പെടുത്തിയ ശേഷം പണവുമായി ഇയാൾ കാസർഗോഡേക്ക് മുങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ തിരിച്ചെത്തിയ പ്രതിയെ കൊല്ലത്തു നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്.
മാലയുടെ ഒരു ഭാഗം അയൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയെന്നും ബാക്കി കാസർഗോഡ് വിറ്റുമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. പുനലൂർ ASP ഡോക്ടർ അപർണ IPSന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. അഞ്ചൽ SHO ബിജു, SIമാരായ അജയ്കുമാർ, ഓമനക്കുട്ടൻ, ആശിഷ് കൊഹൂർ, സീനിയർ CPOമാരായ മനോജ്, രജീഷ് കുമാർ, ചിന്തു, വിപിൻ RC, രജ്ബീർ, അഭിലാഷ്, രമേശ് എന്നിവരുൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. തൃശൂർ കയ്പമംഗലത്ത് വ്യാപാരിയുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. വഴിയമ്പലം സ്വദേശി മുഹമ്മദ് അസ്ലം, കൂരിക്കുഴി സ്വദേശി അഖിൽനാസ് എന്നിവരാണ് പിടിയിലായത്. രാത്രി കടയടച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് വ്യാപാരിയുടെ 2.5 പവന്റെ സ്വർണ്ണമാല കവർന്നത്. ചന്ദ്രാപിന്നി സെന്ററിലുള്ള കടയടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന വയോധികനായ വ്യാപാരിയുടെ 2.5 പവന്റെ സ്വർണ്ണമാലയാണ് കവർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ചന്ദ്രാപിന്നി കോലന്തറ സ്വദേശി 85-കാരനായ മനോഹരനാണ് കവർച്ചയ്ക്കിരയായത്. കേസിൽ 2 പ്രതികളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിയമ്പലം സ്വദേശി 20-കാരൻ മുഹമ്മദ് അസ്ലം, കൂരിക്കുഴി സ്വദേശി 24 വയസ്സുള്ള അഖിൽ നാസ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മനോഹരനെ ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷമാണ് പ്രതികൾ മാല കവർന്നത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. മനോഹരന്റെ കടയിൽ സ്ഥിരമായി വന്നിരുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം. അഖിൽ നാസ് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ വധശ്രമക്കേസിലും വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ലഹരി ഉപയോഗിച്ച് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും പ്രതിയാണ്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 തൃശൂർ. കുഴൽപ്പണക്കടത്തുകാരാണെന്ന് തെറ്റിദ്ധരിച്ച് ഭീഷണിപ്പെടുത്തി വാഹനം തട്ടിയെടുത്തതായി പരാതി. മലപ്പുറം മഞ്ചേരി സ്വദേശി മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്നോവ കാറാണ് പാലക്കാട് വെച്ച് തട്ടിയെടുത്തത്. പിന്നീട് തൃശൂർ പുതുക്കാട് ഉപേക്ഷിച്ച നിലയിൽ വാഹനം കണ്ടെത്തി. മലഞ്ചരക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത് മടങ്ങി വരവേ കഴിഞ്ഞ 5 രാവിലെ 6:30 ഒലവക്കോട് വെച്ച് കാറിലെത്തിയ 5 അംഗ സംഘമാണ് ഇന്നോവ കാർ തട്ടിയെടുത്തത്. സംഭവത്തിൽ 4 പേർ പിടിയിലായിട്ടുണ്ട്. മറ്റൊരു പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. ദേശീയപാതയിൽ കുഴൽപ്പണം കവർ ചെയ്യുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നും ആളുമാറിയാണ് കാർ തട്ടിയെടുത്തതെന്നുമാണ് പോലീസ് പറയുന്നത്. വെള്ളിയാഴ്ച പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് ഇന്നോവ കാർ തട്ടിയെടുത്തത്. കാറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളെ പ്രതികൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ബലമായി പുറത്തിറക്കി. കത്തികാട്ടി ഭീഷണിപ്പെടുത്തി കാറിലുണ്ടായിരുന്നവരുടെ 3 ഫോണുകളും 15,000 രൂപയും പ്രതികൾ തട്ടിയെടുത്തു. തുടർന്ന് വാഹനവുമായി കടന്നു കളയുകയായിരുന്നു. കുഴൽപ്പണം കടത്തുന്നതായി സംശയിച്ചാണ് വാഹനം തട്ടിയെടുത്തത്. തുടർന്ന് കാർ തൃശൂർ പുതുക്കാട് വരെ ഓടിച്ചുവന്ന് പരിശോധന നടത്തിയെങ്കിലും കുഴൽപ്പണം കണ്ടെത്താനായില്ല. കാറിന്റെ സീറ്റുകൾ ഉൾപ്പെടെ കുത്തിക്കീറി പണമുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഒടുവിൽ കാർ പുതുക്കാട് ഉപേക്ഷിച്ച് പ്രതികൾ കടന്നു കളയുകയായിരുന്നു. പ്രതികൾ തട്ടിയെടുത്ത ഇന്നോവ കാറിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് മടങ്ങിവരുന്ന വഴിയാണ് വ്യാപാരിയെയും ഒപ്പമുള്ളവരെയും ഭീഷണിപ്പെടുത്തി കാർ തട്ടിയെടുത്തത്. എർട്ടിഗ കാറിലാണ് പ്രതികളെത്തിയത്. സംഭവത്തിൽ 4 അംഗ സംഘം പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായി. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. പിടിയിലായവർ നേരത്തെയും സമാനമായ കുഴൽപ്പണം തട്ടുന്നവരാണെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് 18 തൃശൂർ.
കൊല്ലം പുനലൂരിൽ രേഖകളില്ലാതെ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച പണം റെയിൽവേ പോലീസ് പിടികൂടി. 18 ലക്ഷത്തിലധികം രൂപയാണ് കടത്തിക്കൊണ്ടുവന്നത്. അനധികൃതമായി പണം കൈവശം വെച്ചതിന് തമിഴ്നാട് മധുര സ്വദേശി ഗോവിന്ദരാജുവിനെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തേക്ക് കുഴൽപ്പണം കടത്തിക്കൊണ്ടുവന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണെങ്കിലും മിക്ക സംഭവങ്ങളിലും യഥാർത്ഥ ഉറവിടം കണ്ടെത്താനാവുന്നില്ല. റെയിൽവേ എസ്.പിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചത്. പുലർച്ചെ പുനലൂരിലെത്തിയ ചെന്നൈ എഗ്മോർ മധുര ട്രെയിനിലായിരുന്നു പരിശോധന. മതിയായ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 18,62,500 രൂപയാണ് പിടികൂടിയത്. അനധികൃതമായി പണം കൈവശം വെച്ചതിന് തമിഴ്നാട് മധുര സ്വദേശി ഗോവിന്ദരാജുവിനെ പുനലൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രെയിൻ മാർഗം അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന പണം പുനലൂർ റെയിൽവേ പോലീസ് പിടികൂടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പണത്തിന്റെ ഉറവിടം പോലീസിന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാകുമെന്നും പിടികൂടിയ പണത്തിന്റെ ഉറവിടം ഉടനടി കണ്ടെത്തുമെന്നും പോലീസ് അറിയിച്ചു. തമിഴ്നാട് മധുര സ്വദേശി ഗോവിന്ദരാജു എന്ന ആളുടെ കയ്യിൽ നിന്ന് ഇല്ലീഗൽ മണിയായ 18,62,500 രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. തുടർന്നും ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായ ചെക്കിംഗ് പുനലൂർ റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. അതുമാത്രമല്ല, ഈ മണിയുടെ സോഴ്സിനെ പറ്റി ഞങ്ങളാണെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ. അവധി കഴിഞ്ഞ് മടങ്ങുന്ന പ്രവാസിയെ കബളിപ്പിച്ച് കഞ്ചാവാടത്തിന് ശ്രമിച്ചത് സുഹൃത്തിന്റെ സഹോദരൻ. മലപ്പുറം വണ്ടൂരിൽ യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സൗദിയിലേക്ക് കൊടുത്തുവിടാനുള്ള പാൻസിലാണ് കഞ്ചാവതികൾ ഒളിപ്പിച്ചിരുന്നത്. ചെറുകോട് മുതിരിയിലെ നാലകത്ത് സൽമാനുൽ ഫാരിസാണ് കൂടെ ജോലി ചെയ്യുന്ന നാട്ടുകാരനായ യുവാവിൻ്റെയും സഹോദരൻ്റെയും കൊലച്ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇയാളുടെ പിതാവിൻ്റെ പരാതിയിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ. ജിദ്ദയിലെ ഒരു ഭക്ഷ്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സൽമാൻ അവധി കഴിഞ്ഞ ദിവസമാണ് മടങ്ങാനിരുന്നത്. അപ്പോഴാണ് കൂടെ ജോലി ചെയ്യുന്ന നാട്ടുകാരന് നൽകാനായി അയാളുടെ സഹോദരൻ വസ്ത്രങ്ങളടങ്ങിയ കവറുമായി വിളിക്കുന്നത്. തുടർന്ന് നാട്ടിലെ കടയിലേൽപ്പിച്ച കവർ വാങ്ങി വീട്ടിലെത്തി അതിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പാന്റിന്റെ എല്ലാ പോക്കറ്റിലും ചെറിയ കവറുകളിലാക്കി കഞ്ചാവ് സൂക്ഷിച്ചത് സൽമാനുൽ ഫാരിസ് കാണുന്നത്. ഉടൻ തന്നെ നാട്ടിലെ ജനകീയ കൂട്ടായ്മ പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളെ ഇക്കാര്യം അറിയിച്ചു. നമ്മുടെ സുഹൃത്ത് സൽമാന് സൗദിയിലേക്ക് ഇന്നലെ പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ സൗദിയിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തിലെ ചെക്കൻ ഒരു ഫാൻറ് കൊണ്ടുവരുമെന്ന് ചോദിക്കുകയും അപ്പോൾ നമ്മൾ ഓനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ്ട് പാക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൽ ലഹരി കഞ്ചാവിൻ്റെ പാക്കുകളാണ് ഉണ്ടായിരുന്നത്, കഞ്ചാവിൻ്റെ അംശം. പിന്നെ അത് നേരെ ഞങ്ങൾ മൂപ്പര ഫാദറും കൂടി ഇവിടെ വണ്ടൂർ സ്റ്റേഷനിൽ പരാതിപ്പെടുകയും അവർ വേണ്ട നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. FIR അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ സൽമാൻ സൗദിയിലേക്ക് മടങ്ങി. സൽമാന്റെ പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 മലപ്പുറം. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരിമരുന്നുകൾ. കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ച ശേഷം ദിവസങ്ങൾ കൊണ്ട് തന്നെ 100 കണക്കിന് കേസുകളാണ് ഉണ്ടായത്. വിവിധ ജില്ലകളിലായി നിരവധി പേർ അറസ്റ്റിലുമായി. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പിടിയിലായ നൈജീരിയൻ പൗരനെ കേരളത്തിലെത്തിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ലഹരി സംഘത്തെ സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്താണ് പിടികൂടിയത്. ഇടുക്കിയിലും വയനാട്ടിലും കഞ്ചാവ് ചെടികളും കണ്ടെത്തി.
പന്തളത്ത് ദമ്പതിമാരടക്കം അറസ്റ്റിലായ MDMA കേസിലെ മുഖ്യ കണ്ണിയായ നൈജീരിയൻ പൗരനെയാണ് ഡൽഹിയിലെത്തി സാഹസികമായി കേരള പോലീസ് പൊക്കിയത്. പത്തനംതിട്ട SP രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് നൈജീരിയൻ പൗരൻ സാമുവൽ ക്ലിഫ്സനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച 300 ഗ്രാം MDMA പന്തളം പോലീസ് പിടികൂടിയിരുന്നു. കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ലഹരി കടത്തിന്റെ മുഖ്യ കണ്ണികളെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്നായിരുന്നു സാമുവലിന്റെ അറസ്റ്റ്. ഒരു പ്രധാന പ്രതിയായ ഒരു നൈജീരിയൻ നാഷണല് പത്തനംതിട്ട ജില്ലാ പോലീസ് അവിടെ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെ പന്തളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് പന്തളം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 395 ഗ്രാംസ് പിടിച്ച കേസിലുള്ള അന്വേഷണമാണ്. ഈ സപ്ലൈ ചെയിനുള്ള ഒരു പ്രധാന കണ്ണിയാണ് ഇദ്ദേഹമാണ് ഈ സാമുവൽ ക്ലിഫ്സൺ. ഇദ്ദേഹം ഒരു നൈജീരിയൻ നാഷണലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ഡൽഹിയിൽ ഉണ്ടായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻ തുഫാൻ മെയിൻ അജണ്ട ഈ എൻറ്റയർ ഡ്രഗ് സപ്ലൈ ചെയിനെ തകർക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രതിയെ നമ്മൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. കാട്ടാക്കടയിൽ 2 കിലോ കഞ്ചാവുമായാണ് യുവാക്കളെ സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്ന് പിടിച്ചത്. നെല്ലിമൂട് സ്വദേശികളായ അനന്തു, കിരൺ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. നാർക്കോട്ടിക് DYSP അനിലിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ആഫ് സംഘവും കാട്ടാക്കട പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത്. കഞ്ചാവ് വിതരണ ശൃംഖലയെക്കുറിച്ചും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. ഒന്നര കിലോ കഞ്ചാവുമായി 3 യുവാക്കളെ കുമളി പോലീസ് പിടികൂടി. കുമളി സ്വദേശി സന്തോഷ്, അമരാവതി സ്വദേശികളായ എബിൻ MJ, അർജുൻ എന്നിവരെയാണ് പിടിച്ചത്. എബിന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഏറെക്കാലമായി ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് 3 പേരെയും നിരീക്ഷിച്ചു വരികയായിരുന്നു. തൂഫാന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വ്യാപകമായ റെയ്ഡും ഇന്റലിജൻസ് കളക്ഷനൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സോഴ്സ് നമ്മൾ തപ്പുകയും അതുപോലെ ഇന്റലിജൻസ് കളക്ഷനും കൂടുതലായിട്ട് നടത്തുകയും ചെയ്തിട്ടാണ് വന്നത്. ഇതൊരു 1.5 കിലോയോളം ഉണ്ട്, കഞ്ചാവത്തിൽപ്പെട്ടതാണ്. ഇതിൽ നമ്മൾ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 പ്രതികളും കുമളി സ്വദേശികളാണ്. അപ്പോൾ ഇതിൽ മറ്റ് ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമ്മളത് പരിശോധിച്ചിട്ട് കൂടുതൽ നടപടികളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. പാലക്കാട് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലും വൻ കഞ്ചാവ് വേട്ട നടന്നു. സേലം ഗുരുവായൂർ സർവീസ് നടത്തുന്ന തമിഴ്നാട് ബസ്സിൽ നിന്നും തമിഴ്നാട് തിരുവാരൂർ സ്വദേശിയായ വിഘ്നേഷിനെയാണ് 4 കിലോ കഞ്ചാവുമായി പിടിച്ചത്. ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന കണ്ണികളിൽ പ്രധാനിയാണ് വിഘ്നേഷ്. ഇടുക്കിയിലും വയനാട്ടിലും കഞ്ചാവ് ചെടികളും കണ്ടെത്തി നശിപ്പിച്ചു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്തു നിന്നും 1-2 മാസം വളർച്ചയെത്തിയ 8 ചെടികളാണ് കണ്ടെത്തിയത്. വയനാട്ടിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ ആളാണ് അറസ്റ്റിലായത്. അമ്പലവയൽ പുതുക്കാട് സ്വദേശി TP റെജിയാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് വ്യാപകമായി പരിശോധന തുടരുകയാണ് പോലീസ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. അനധികൃതമായി ഇന്ത്യയിൽ താമസിച്ചിരുന്ന ബംഗ്ലാദേശ് ദമ്പതിമാരെ കൊല്ലം ചവറ പോലീസ് അറസ്റ്റ് ചെയ്തു. 10 വർഷമായി ഇവർ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു. ഇവരും പത്തനംതിട്ട കോന്നി ചന്തയ്ക്ക് സമീപം മദ്യലഹരിയിൽ എയർഗൺ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷമുണ്ടാക്കിയ യുവാക്കൾ. 19 വയസ്സുള്ള 2 പേരും ഒരു 17-കാരനുമാണ് സംഭവത്തിന് പിന്നിൽ. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യക്കുപ്പിയിടാൻ സ്ഥലം നൽകിയില്ലെന്നാരോപിച്ച് ഇടുക്കിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ കമ്പിവടിക്കടിച്ച് പരിക്കേൽപ്പിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR രാമേന്ദ്രനാണ് മർദ്ദനമേറ്റത്. കൊച്ചി പനമ്പള്ളി നഗറിൽ പട്ടാപ്പകൽ വീടിന്റെ പിൻവാതിൽ ചവിട്ടി തുറന്ന് മോഷണശ്രമം. ബീഹാർ, പശ്ചിമബംഗാൾ സ്വദേശികളായ 2 പ്രായപൂർത്തിയാകാത്തവർ തേവര പോലീസിന്റെ കസ്റ്റഡിയിൽ. തൃശൂർ കൈപ്പറമ്പ് എടക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. വോട്ടുരുളികളും വിളക്കുകളും അടക്കം 80,000 രൂപയുടെ സാധനങ്ങൾ നഷ്ടമായി. ലഹരി മാഫിയയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇടുക്കിയിൽ നടന്നത്. ചെറുതോണിയിൽ വ്യാപാരിക്ക് നേരെ ആക്രമണമുണ്ടായത് ഓപ്പറേഷൻ തൂഫാൻ വിവരം നൽകിയെന്ന ധാരണയിലാണെന്നാണ് സംശയം. മാംസവ്യാപാരം നടത്തുന്ന ആലപ്പുഴയിൽ ജിൻസ് ജോണിനെയാണ് കടയിൽ കയറി ആക്രമിച്ചത്.
കാലിന് പരിക്കേറ്റ ജിൻസ് ജോണിനെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ ലഹരി സംഘമാണ് നിഗമനത്തിലാണ് പോലീസ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പോലീസ് പട്രോൾ ഇനി നാളെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.